ഇതൊരു ചെറിയ കഥയാണ്. സ്നേഹം എങ്ങനെ പരീക്ഷിക്കപ്പെടും എന്ന കഥ. ഒരു ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരനും ഒരു ഭാര്യയും ഉണ്ടായിരുന്നു. ഇരുവരും വളരെ അഗാധമായി സ്നേഹിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കൊരു ചെറിയ സംശയം. ഭർത്താവിന് പഴയതുപോലെ ഒരു സ്നേഹമില്ല. എല്ലാ ദിവസവും വൈകി വരും, വന്നാലോ സംസാരിക്കാൻ സമയമില്ല. ഉടൻ ഭക്ഷണം കഴിച്ച് കയറി കിടന്ന് ഉറങ്ങും. പതിയെ പതിയെ അവളിങ്ങനെ പരാതി പറയാൻ തുടങ്ങി. നിങ്ങളെന്താ നേരത്തെ വരാത്തത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് പഴയ പോലെ സ്നേഹമില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കലഹങ്ങളുണ്ടായി. ഒരു ദിവസം ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹം ഒന്ന് അളക്കണമെന്ന് തീരുമാനിച്ചു. പഴയതുപോലെ സ്നേഹമുണ്ടോ എന്ന് അറിയണമല്ലോ. ഭാര്യ പറഞ്ഞു, നാളെ അതിരാവിലെ നമ്മൾ പണ്ട് കണ്ടുമുട്ടിയ ആ കുന്നിന് മുകളിൽ ഒന്ന് പോകും, നിങ്ങൾ വരണം, പക്ഷെ വൈകി വരരുത്. ഭർത്താവ് സമ്മതിച്ചു. അയാൾ പതുപോലെ പകൽ മുഴുവൻ പണിയെടുത്ത് വളരെ അവശനായി വീട്ടിലെത്തി. ഭക്ഷണം കഴിച്ചു. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇനിയെങ്ങാനും നാളെ രാവിലെ ഉണരാൻ വൈകിയാൽ അവൾക്ക് വലിയ സങ്കടമാവും. കുന്നിന് മുകളിൽ എത്തണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അയാൾ അപ്പം തന്നെ ഒരു കാര്യം ചെയ്തു. രാത്രി തന്നെ കുന്നിന് മുകളിലേക്ക് കയറിപ്പോയി. രാവിലെ വരെ കാത്തിരുന്നില്ല. പോകും വഴി ഒരു മനോഹരമായ പനിനീർപ്പൂവ് അദ്ദേഹം കയ്യിൽ കരുതി. അവിടെ വന്ന തണുപ്പുണ്ടായിരുന്നു, വലിയ തണുപ്പായിരുന്നു. ഈ തണുപ്പത്ത് കോച്ചി വിറച്ച് അയാൾ ഉറങ്ങാതെ ഇരുന്നു. രാവിലെ ഭാര്യ വരുമല്ലോ. രാത്രി നല്ല മഞ്ഞും നല്ല ശീതക്കാറ്റും ഉണ്ടായി. എങ്കിലും അയാൾ അവിടെ തന്നെ ഇരുന്നു. മടങ്ങാൻ തീരുമാനിച്ച് ഒരു തീരുമാനമൊന്നും അയാൾ എടുത്തില്ല. നേരം പുലരാറായി. നോക്കിയപ്പോൾ ഭാര്യ കുന്നിൻ മുകളിലെ മനോഹാരിതയൊക്കെ മനസ്സിൽ താലോലിച്ച് കുന്നിൻ മുകളിലേക്ക് കയറിപ്പോയി. പക്ഷെ അവിടെയൊക്കെ പരതിയിട്ടും ഭർത്താവിനെ കാണാനില്ല. ഭാര്യയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ സംശയിച്ച് ശരിയായി. ഭർത്താവിന് തന്നോട് ഒരു സ്നേഹവും ഇല്ല. അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഈ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അവൾ വളരെ നിരാശ പൂണ്ട് തിരികെ മടങ്ങി. മടങ്ങുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി ഒരു കുഴി കണ്ടു. ആ കുഴിയിൽ തൻ്റെ ഭർത്താവ് വീണ് കിടക്കുന്നു. അയാളുടെ ശരീരം മഞ്ഞു മൂടി മരവിച്ചിട്ടുണ്ട്. കുലുക്കി വിളിച്ചു. അയാൾ ഉണരുന്നില്ല. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞുപോയിരുന്നു. അപ്പോഴും അയാളുടെ കൈകളിൽ അവൾക്ക് കൊടുക്കാനായി കരുതിയ ആ ചുവന്ന പൂവുണ്ടായിരുന്നു. സ്നേഹം എപ്പോഴും ഒരുപോലെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. പരീക്ഷണങ്ങളും പിടിവാശികളുമല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കുന്നതിലാണ് സ്നേഹം. നമ്മളിപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളിന് അലച്ചിലും തിരക്കും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കണം. കാരണം ചിലപ്പോഴും നിങ്ങളുടെ സ്നേഹം കുറയുന്നതല്ല, അയാളുടെ സമയം മറ്റു ചിലതിനൊക്കെ ചെലവഴിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം സ്നേഹം പരീക്ഷിക്കാൻ പറ്റുന്നൊരു സാധനമല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.